കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. ന്യായാധിപന്മാർ 1 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 1 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. യഹൂദ തന്റെ സഹോദരനായ ശിമെയോനോട്, എന്റെ അവകാശദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടുകൂടെ പോരേണം, നിന്റെ അവകാശദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാം എന്ന് പറഞ്ഞു. ശിമെയോൻ അവനോടുകൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു. യഹോവ കനാന്യരെയും പെരിസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബേസേക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. ബേസേക്കിൽ വെച്ചു അവർ അദോനി ബേസേക്കിനെ കണ്ടു. അവനോട് യുദ്ധം ചെയ്തു കനാന്യരെയും പെരിസ്യരെയും സംഹരിച്ചു. എന്നാൽ അദോനി ബേസെക്ക് ഓടിപ്പോയി. അവർ അവനെ പിന്തുടർന്ന് പിടിച്ചു. അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എന്റെ മേശയും കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അദോനി ബേസെക്ക് പറഞ്ഞു. അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ മരിച്ചു. യഹൂദാ മക്കൾ യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്തു. അതിനെ പിടിച്ചു വാളിന്റെ വായ്ത്തിരയാൽ വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു. അതിന്റെ ശേഷം യഹൂദാ മക്കൾ മലനാട്ടിലും തെക്കേ ദേശത്തിലും താഴ്വീരയിലും പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു. ഹെബ്രോന് പണ്ട് കിര്യാത്ത് അർബ എന്നു പേർ. അവർ ശേഷായി, അഹീമാൻ, തൽമായി എന്നിവരെ സംഹരിച്ചു. അവിടെ നിന്നു അവർ ദെബീർ നിവാസികളുടെ നേരെ ചെന്നു. ദെബീറിനു പണ്ട് കിര്യത്ത് സേഫർ എന്നു പേർ. അപ്പോൾ കാലേബ് കിര്യത്ത് സേഫർ ജയിച്ചടക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞു. കാലേബിന്റെ അനുജനായ കെനേസിന്റെ മകൻ ഒഗ്നിയേർ അത് പിടിച്ചു. അവൻ തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നപ്പോൾ തന്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്കെന്തു വേണമെന്ന് ചോദിച്ചു. അവൾ അവനോട്, ഒരു അനുഗ്രഹം എനിക്ക് തരയണമേ, നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത്, നീരുറവകളും എനിക്ക് തരയണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു. മോശെയുടെ അളിയനായ കേന്യന്റെ മക്കൾ യഹൂദാ മക്കളോടുകൂടെ ഈന്തപ്പട്ടണത്തിൽ നിന്ന് അരാദിനത്തേക്കുള്ള യഹൂദാ മരുഭൂമിയിൽ പോയി. അവർ ചെന്ന് ജനത്തോടുകൂടെ പാർത്തു. പിന്നെ യഹൂദ തന്റെ സഹോദരനായ ശിമെയോനോടുകൂടെ പോയി. അവർ സെഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വെട്ടി അതിനെ നിർമൂലമാക്കി. ആ പട്ടണത്തിനു ഹോർമ എന്ന് പേരിട്ടു. യഹൂദ ഗസയും അതിന്റെ അതിർനാടും, ആസ്കലോനും അതിന്റെ അതിർനാടും, യക്രോനും അതിന്റെ അതിർനാടും പിടിച്ചു. യഹോവ യഹൂദയോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മലനാട് കൈവശമാക്കി. എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. മോശെ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു. അവൻ അവിടെ നിന്നു അനാക്കിന്റെ 3 പുത്രന്മാരെയും നീക്കിക്കളഞ്ഞു. ബെന്യാമീൻ മക്കൾ യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. യെബൂസ്യർ ഇന്നുവരെ ബെന്യാമീൻ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തുവരുന്നു. യോസേഫിന്റെ ഗൃഹം ബേഥേലിലേക്ക് കയറിച്ചെന്നു. യഹോവ അവരോടുകൂടെ ഉണ്ടായിരുന്നു. യോസഫിന്റെ ഗൃഹം ബേഥേൽ ഒറ്റുനോക്കുവാൻ ആളയച്ചു. ആ പട്ടണത്തിനു മുമ്പ് ലൂസ് എന്നു പേരായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന ഒരുത്തനെ ഒറ്റുകാർ കണ്ടു. അവനോട്, പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു തരയണം, എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു. ആ മനുഷ്യനെയും അവന്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു. അവൻ ഹീത്യരുടെ ദേശത്ത് ചെന്നു ഒരു പട്ടണം പണിതു. അതിന് ലൂസ് എന്ന് പേരിട്ടു. അതിന് ഇന്നുവരെ അതുതന്നെ പേർ. മനശ്ശെ ബേർശെയാനിലും അതിന്റെ ഗ്രാമങ്ങളിലും, താനാക്കിലും അതിന്റെ ഗ്രാമങ്ങളിലും, ദോരിലും അതിന്റെ ഗ്രാമങ്ങളിലും, ഇബ്ളയാമിലും അതിന്റെ ഗ്രാമങ്ങളിലും, മെഗദോവിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല.
കനാന്യർക്ക് ആ ദേശത്ത് തന്നെ പാർപ്പാനുള്ള താൽപര്യം സാധിച്ചു. എന്നാൽ ഇസ്രയേലിനു ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെക്കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. എഫ്രയീം ഗേസരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഗേസേരിൽ അവരുടെ ഇടയിൽ പാർത്തു. സെബുലൂൻ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഊഴിയവേലക്കാരായി തീർന്നു അവരുടെ ഇടയിൽ പാർത്തു. ആശേർ അഖോബിലും സീദോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീക്കിലും രഹോബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. അവരെ നീക്കിക്കളയാതെ ആശേരിയർ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. നഫ്താലി ബേത്ത്ശേമയിലും ബേത്ത് അനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. ബേത്ത്ശെമിഷിലെയും ബേത്ത് അനാത്തിലെയും നിവാസികൾ അവർക്ക് ഊഴിയ വേലക്കാരായി തീർന്നു. അമോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല. അങ്ങനെ അമോര്യർക്ക് ഹർഹേരേസിലും അയ്യോലോനിലും ശാൽബീമിലും പാർപ്പാനുള്ള താൽപര്യം സാധിച്ചു. എന്നാൽ യോസെഫിന്റെ ഗ്രഹത്തിനു ബലം കൂടിയപ്പോൾ അവരെ ഊഴിയവേലക്കാരാക്കി തീർത്തു. അമോര്യരുടെ അതിർ അക്രബീം കയറ്റവും സേലയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു. ന്യായാധിപന്മാർ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്നു പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോടുള്ള എന്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എന്റെ വാക്കനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കണിയായും ഇരിക്കും എന്ന് ഞാൻ പറയുന്നു. യഹോവയുടെ ദൂതൻ ഈ വചനം എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞപ്പോൾ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്തിനു ബോഖീം, കരയുന്നവർ എന്നു പേരിട്ടു. അവിടെ യഹോവയ്ക്ക് യാഗം കഴിച്ചു. എന്നാൽ യോശുവ ജനത്തെ പറഞ്ഞയച്ചു. ഇസ്രായേൽ മക്കൾ ദേശം കൈവശമാക്കുവാൻ ഓരോരുത്തൻ താന്താന്റെ അവകാശത്തിലേക്ക് പോയി. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ടു ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിനു വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. എന്നാൽ യഹോവയുടെ ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രൈം പർവ്വതത്തിൽ തിമ്നാത്ത് ഹേരസിൽ ഗായേഷ് മലയുടെ വടക്കുവശത്ത് അവന്റെ അവകാശഭൂമിയിൽ അടക്കം ചെയ്തു. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു. അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തോരേത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവരെ കവർച്ച ചെയ്യേണ്ടതിനു അവൻ അവരെ കവർച്ചക്കാരുടെ കൈയിലേൽപ്പിച്ചു. ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു. ശത്രുക്കളുടെ മുൻപാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല. യഹോവ അരുളി ചെയ്തിരുന്നതുപോലെയും യഹോവ അവരോട് സത്യം ചെയ്തിരുന്നതുപോലെയും യഹോവയുടെ കൈ അവർ ചെന്നിടത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അവർ കവർച്ചക്കാരുടെ കൈയിൽ നിന്നു അവരെ രക്ഷിച്ചു. അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യദൈവങ്ങളോട് പരസംഗം ചെയ്തു അവയെ നമസ്കരിച്ചു. തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു. അവർ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല. യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോടുകൂടെ ഇരുന്നു. അവന്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കൈയിൽ നിന്ന് രക്ഷിക്കും. തങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തം
ഉള്ള അവരുടെ നിലവിളിയിങ്കൽ യഹോവയ്ക്ക് മനസ്സലിവ് തോന്നും. എന്നാൽ ആ ന്യായാധിപൻ മരിച്ച ശേഷം അവർ തിരിഞ്ഞു അന്യദൈവങ്ങളെ ചെന്ന് സേവിച്ചും നമസ്കരിച്ചും കൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം വഷളത്വം പ്രവർത്തിക്കും. അവർ തങ്ങളുടെ പ്രവൃത്തികളും ദുശാഠ്യ നടപ്പും വിടാതിരിക്കും. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. ഈ ജാതി അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം ലംഘിച്ചു എന്റെ വാക്ക് കേൾക്കായികയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടതിന് ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചുപോയ ജാതികളിൽ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ല എന്ന് അവൻ അരുളിച്ചെയ്തു. അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. അപ്പോസ്തലനായ പൌലോസ് തീത്തോസിനെഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. തീത്തോസ് 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. മുമ്പേ നാമം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഈച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്ക. ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്ക. ഇങ്ങനെയുള്ളവർ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. ഞാൻ അർത്തെമാസിനെയോ തീക്കോസിനെയോ അങ്ങോട്ട് അയക്കുമ്പോൾ നിക്കപ്പോലീസിൽ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്ക. അവിടെ ഞാൻ ശീതകാലം കഴിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു. ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പല്ലോസിനും ഒരു മുട്ടും വരാതവണ്ണം ഉത്സാഹിച്ച് വഴിയാത്ര അയക്ക. നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുമ്പിലായിരിക്കാൻ പഠിക്കട്ടെ. എന്നോടുകൂടെയുള്ളവർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. ഞങ്ങളെ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നവർക്ക് വന്ദനം ചൊല്ലുക. കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. 107-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. 107-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കൈയിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചു വിരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മകൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നു അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും
അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറുത്തുകളഞ്ഞു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ താമ്ര കതകുകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ അവന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ, അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. അവൻ കൽപ്പിച്ച് കൊടുങ്കാറ്റടിപ്പിച്ചു, അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി. അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്തിൽ ഉരുകിപ്പോയി. അവർ മത്തനെപ്പോലെ തുള്ളി ചാഞ്ചാടി നടന്നു. അവരുടെ ബുദ്ധി പോയിപ്പോയിരുന്നു. അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്തു അവൻ അവരെ എത്തിച്ചു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ ജനത്തിന്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. നിവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെ മരുഭൂമിയും നീരുറവുകളെ വരണ്ട നിലവും ഫലപ്രദമായ ഭൂമിയെ ഉയർനിലവുമാക്കി. അവൻ മരുഭൂമിയെ ജലതടാകവും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കി. വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു. അവർ പാർപ്പാൻ പട്ടണം ഉണ്ടാക്കുകയും നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയും സമൃദ്ധിയായ ഫലങ്ങളെ അനുഭവിക്കുകയും ചെയ്തു. അവൻ അനുഗ്രഹിച്ചിട്ടു അവർ അത്യന്തം പെരുകി. അവരുടെ കന്നുകാലികൾ കുറഞ്ഞുപോകുവാൻ അവൻ ഇടവരുത്തിയില്ല. പീഡനവും കഷ്ടതയും സങ്കടവും ഹേതുവായി അവർ പിന്നെയും കുറഞ്ഞു താണുപോയി. അവൻ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പീഡയിൽ നിന്ന് ഉയർത്തി. അവന്റെ കുലങ്ങളെ ആട്ടിൻകൂട്ടം പോലെയാക്കി. നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും. നീതികെട്ടവരൊക്കെയും വായ്പൊത്തും. ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും. അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. സ്തുതിച്ചു പാടാം മഹിപനവനെ, മഹത്വപൂർണനാം ത്രിയേകനാഥനെ. സ്തുതിച്ചു പാടാം മഹിപനവനെ, മഹത്വപൂർണനാം ത്രിയേകനാഥനെ. രക്ഷയുടെ പ്രത്യാശയുമണിഞ്ഞ് രക്ഷകനേശുവിൻ നാമവും ധരിച്ച്, രക്ഷയുടെ പ്രത്യാശയുമണിഞ്ഞ് രക്ഷകനേശുവിൻ നാമവും ധരിച്ച്, ആത്മവരങ്ങളാൽ അലങ്കൃതരായി നാം ആത്മനാഥനെ പാടി സ്തുതിക്കാം. ആത്മവരങ്ങളാൽ അലങ്കൃതരായി നാം ആത്മനാഥനെ പാടി സ്തുതിക്കാം. സ്തുതിച്ചു പാടാം മഹിപനവനെ, മഹത്വപൂർണനാം ത്രിയേകനാഥനെ. സ്തുതിച്ചു പാടാം മഹിപനവനെ, മഹത്വപൂർണനാം ത്രിയേകനാഥനെ.
നിറഞ്ഞവരായവൻ ചെയ്തതാം നന്മകളോരോന്നായോർത്തു നിരന്തരം. നന്ദി നിറഞ്ഞവരായവൻ ചെയ്തതാം നന്മകളോരോന്നായോർത്തു നിരന്തരം. ആദിപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ മോദമോടാത്മാവിൽ പാടി സ്തുതിക്കാം. ആദിപിതാക്കന്മാർ ആരാധിച്ചതുപോൽ മോദമോടാത്മാവിൽ പാടി സ്തുതിക്കാം. സ്തുതിച്ചു മഹിപനവനെ, മഹത്വപൂർണനാം ത്രിയേകനാഥനെ. പാടാം മഹിപനവനെ, മഹത്വപൂർണനാം ത്രിയേകനാഥനെ. രക്ഷകനായി പരിപാലകനായ ആത്മദായകനായി ത്രിയേകനാഥനെ. സ്തുതിച്ചു പാടാം മഹിപനവനെ, മഹത്വപൂർണനാം ത്രിയേകനാഥനെ. എത്ര സൗഭാഗ്യം പകർന്ന പരാപരൻ, എത്രയും വേഗം വരുന്നു തൻ കാന്തയ്ക്കായി. എത്ര സൗഭാഗ്യം പകർന്ന പരാപരൻ, എത്രയും വേഗം വരുന്നു തൻ കാന്തയ്ക്കായി. അവൻ വരുമ്പോൾ അവനോടു സദൃശരായി തീർന്നിടും നാം എന്ന ഭാവി പ്രത്യാശയ്ക്കായി. അവൻ വരുമ്പോൾ അവനോടു സദൃശരായി തീർന്നിടും നാം എന്ന ഭാവി പ്രത്യാശയ്ക്കായി. സ്തുതിച്ചു പാടാം മഹിപനവനെ, മഹത്വപൂർണനാം ത്രിയേകനാഥനെ. സ്തുതിച്ചു പാടാം മഹിപനവനെ, മഹത്വപൂർണനാം ത്രിയേകനാഥനെ.